എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ അബിയു പ്ലാന്റിന് ചെയ്യേണ്ട വളക്രമങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ജൈവവളം ചെയ്തൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഇത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിന്റെ ലിങ്ക്. അപ്പോൾ അതിൽ കയറി കാണാം. അപ്പോൾ അതിൽ അന്ന് ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്ത് പ്രൂൺ ചെയ്യുകയുണ്ടായി. ആ പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ പുതിയ ശിഖരങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇവിടെ കട്ട് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് നല്ല വെളിച്ചം കയറാൻ പാകത്തിന് അകത്തുനിന്നൊക്കെ കുറച്ചൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞു. എന്നാലാണ് നമ്മൾ കായ്കളൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. പൂക്കാനും ഒക്കെ അത് സഹായകരമാണ്. അപ്പോൾ ഈ നമ്മളുടെ ജൈവവളത്തിന് ശേഷം നമ്മൾ 10 ദിവസത്തിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ചെറിയൊരു തോതിൽ രാസവളം. അപ്പോൾ ജൈവവളം നമ്മൾ ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ചെയ്തു, അതുപോലെ സ്റ്റെറാമിൽ ചെയ്തു, പിന്നെ കോഴിവളം കൂടി ചെയ്തു. അങ്ങനെ 2-3 വളങ്ങൾ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞു. ഇനി നമ്മൾ കൊടുക്കുന്ന വളമാണ് DAP എന്ന് പറഞ്ഞ വളം, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഈ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മരത്തിൽ, അതായത് അബിയു മരത്തിൽ നിറയെ പൂക്കും. പലവർക്കും പറ്റുന്നത് പൂക്കുന്നുണ്ട്, പക്ഷേ പൂവൊക്കെ കൊഴിഞ്ഞു പോകണം. കായ ഉണ്ടാവും, ചെറിയ കായ ഉണ്ടാവും, അതും കൊഴിഞ്ഞു പോകണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ചിലവർക്ക് പൂക്കുകയില്ല, അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനൊക്കെ കൂടിയാണ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ ഈ മരത്തിന് സ്വാഭാവികമായിട്ടും അത് പൂക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അതുപോലെ തന്നെ കായ്കളൊക്കെ നന്നായിട്ട് പിടിക്കാനുള്ള അതിൽ അടങ്ങിയിരിക്കുന്ന, അതായത് കെമിക്കൽ വളമാണ്, അതിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് ഈ മരത്തിന് വലിച്ചെടുക്കാൻ പറ്റുകയും ആ മരത്തിന് അത് കായ്കൾ കൊഴിഞ്ഞു പോകാതെയൊക്കെ പിടിച്ചു നിർത്താനൊക്കെ സാധിക്കും. പൂക്കുന്നത് കായാവാനും സാധിക്കും. അപ്പോൾ പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്യാനുള്ളത്, പൂത്ത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ബിവേറിയ എന്ന് പറഞ്ഞ ഒരു ഓർഗാനിക്, അതായത് ജൈവ കീടനാശിനിയുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂത്ത് വരുന്ന ആ പൂക്കൾ നശിപ്പിക്കുന്ന പൂവീച്ച എന്ന് പറഞ്ഞൊരു ശലഭമുണ്ട്. അത് അടുത്തേക്ക് വരാതെ അതിന് ആ ബിവേറിയ അടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കായീച്ച, പൂവീച്ച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ മരത്തിൻ്റെ അടുത്തേക്ക് വരാതെ അതിനെ സംരക്ഷിച്ച് നിർത്താൻ ആ ബിവേറിയയെ കൊണ്ട് സാധിക്കും. DAPയിൽ അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18% നൈട്രജനാണ്, പിന്നെ 46% ഫോസ്ഫറസ് വളമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. DAPയിൽ പ്രധാനമായും 18 ന്യൂട്രിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും അത് ചെറിയ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. ആവശ്യമായ പ്രൈമറിയും സെക്കൻഡറിയും ന്യൂട്രിയൻസ്, മൂലകങ്ങൾ എല്ലാം ആ വളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വളം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ആർക്കും ഇത് ചെയ്തൊന്ന് പരീക്ഷിക്കാം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്ര ഗ്രാമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരത്തിന് ഒരു 150 ഗ്രാമാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വേനൽക്കാലം ആയി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് വേണം ചെയ്യാൻ. ആ നനച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വളം ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ ചെറുതായിട്ടൊന്ന് മണ്ണ് ഇട്ട് കൊടുക്കുക, തൂളി ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഒന്ന് നനച്ചിട്ട് നമ്മൾ പൊതയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ DAP വളം ചെറിയ പെല്ലറ്റ് പോലെ ഉള്ള വളമാണ്. ഇത് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഈ മരത്തിൻ്റെ കടയിൽ നിന്ന് കുറച്ച് അകലം, ഒരുപാട് അകത്തിയിടണ്ട, ഇങ്ങനെ പാറ്റി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ നനച്ചു കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ നമ്മുടെ ജൈവവളമൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം പൊടിഞ്ഞ് നല്ല വലിച്ചെടുക്കാവുന്ന ശേഷിയായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ DAP ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതറി ഇട്ട് കൊടുക്കുക. 150 ഗ്രാമാണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല മരത്തിന് വലിപ്പമൊക്കെ ഉള്ള കാരണമാണ്, ഈ മരത്തിന് അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ആ ലെവലിൽ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ വിളവെടുപ്പ് ഡിസംബറോടുകൂടിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇനി ഇപ്പോൾ ഈ പ്രാവശ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അധികം പൂത്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ ശരിക്കും നനയും കൊടുക്കണം നമ്മളുടെ ഈ ചെടിക്ക്. അപ്പോൾ നമ്മൾ 150 ഗ്രാം ഇട്ടു. ഇനി നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ മേളിൽ. ചെടിയുടെ പ്രത്യേകത, ഒരു 2 വർഷമൊക്കെ ആയി കഴിയുമ്പോഴേക്കും കായ്കൾ ഉണ്ടാവാൻ തുടങ്ങും. ഇപ്പോൾ ഇതൊരു 3.5 വർഷമൊക്കെ ആയി. ഇപ്പോൾ 2 പ്രാവശ്യം നമുക്ക് കായ്കൾ ഉണ്ടായി കിട്ടി. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളുടെ ഈ മരത്തിൽ ഉറുമ്പിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കണം.
നമ്മളുടെ ഈ മരത്തിൽ ഉറുമ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജമ്പ് അടിച്ചു. അതിന് ശേഷം ഇപ്പോൾ ഒരൊറ്റ ഉറുമ്പ് പോലും ഇതിൽ കാണാനില്ല. ആ ഉറുമ്പുണ്ടെങ്കിൽ ഈ നമ്മളുടെ പൂവൊക്കെ നശിപ്പിച്ച് കളയും. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ ഈ കൊമ്പുകൾ താഴെ മുട്ടാതെ നോക്കണം. താഴെ മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ അബിയു ചെടിക്ക് വരുന്ന ഒരു അസുഖമാണ് ഫംഗൽ ബാധ. ഈ ഫംഗസ് ബാധ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ താഴെ മുട്ടി നിൽക്കുന്ന ഇലകൾ കൊമ്പുകളൊക്കെ മുറിച്ച് കളയണം. അതുപോലെ തന്നെ ഫംഗൽ ബാധ കണ്ടു കഴിഞ്ഞാൽ നേരെ നമ്മൾ സാഫ് എന്ന് പറഞ്ഞൊരു മരുന്ന് കിട്ടും, അതെടുത്ത് അടിച്ചു കൊടുത്താൽ മതി. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അസുഖം മാറിക്കിട്ടും. അപ്പോൾ കൊമ്പുകളൊക്കെ ചിലത് ഉണങ്ങി വരുന്നതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഉണങ്ങി വരുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ സാഫ് അടിച്ച് അത് നേരെയാക്കി എടുക്കണം, അല്ലെങ്കിൽ ചെടി ഉണങ്ങിപ്പോകും, മുഴുവനായിട്ട് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക. നമ്മൾ പുറത്തുനിന്ന് വേണമെങ്കിൽ ചെത്തിയിട്ട് കൊടുക്കാം. ഞാനിത് കുറച്ച് മണ്ണ് വേറെ എടുത്തിട്ട് ഒന്ന് ഇടുന്നതാണ്. വിരിച്ചിട്ട് കൊടുക്കുക മുകളിൽ കൂടെ. ഈ വളം മൂടിപ്പോകാൻ പാകത്തിന്. ചെറുതായിട്ട് ഇനി നനച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലൂടെ ശരിക്കും ആ വളത്തിലേക്ക് നനവ് ചെല്ലാൻ പാകത്തിന് നനച്ചു കൊടുക്കുക. മണ്ണ് ശരിക്കും നനഞ്ഞ് ചെല്ലട്ടെ. അതിന് ശേഷം നമുക്ക് അടുത്ത പണി ചെയ്യാം. ഈ നന ഒരു ദിവസം കൊണ്ട് നിർത്തരുത്. നമ്മൾ ഈ വളമൊക്കെ ഇട്ടതിന് ശേഷം എല്ലാ ദിവസവും തന്നെ ചെറുതായിട്ട് നനച്ചു കൊടുക്കുക. വേനലാണ്, അപ്പോൾ അധികം ഇതിൻ്റെ ചുവട് മൊത്തം വരണ്ടു പോകാത്ത രീതിയിൽ നനച്ചു കൊടുക്കണം. എന്നാലാണ് കായ്കളൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അല്ലെങ്കിൽ കായ്കളും പൂക്കളൊക്കെ കരിഞ്ഞു പോകും. പിന്നെ ജൈവവളം നമ്മൾ ചെയ്ത ജൈവവളം ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ജൈവവളം മാത്രം ചെയ്യണമെന്നില്ല. ജൈവവളം ഏതായാലും പ്രശ്നമില്ല. നമ്മൾ ചാണകം, ഉണങ്ങിയ ചാണകപ്പൊടി, അല്ലെങ്കിൽ ആട്ടുംകാട്ടം, അങ്ങനെ ജൈവവളമായിട്ട് വരുന്ന കമ്പോസ്റ്റ് ഏത് വേണേലും ചെയ്തു കൊടുക്കാം. ജൈവവളത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ മരത്തിന് ചെയ്യുമ്പോൾ ഏത് ജൈവവളവും നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നന്നായിട്ട് പൊതയിട്ട് കൊടുക്കുക. അത് പൊതയിട്ട് കൊടുക്കുന്നത് ശരിക്കും ഇതിൻ്റെ തണുവ് പോവാതെ നിൽക്കാൻ വേണ്ടിയാണ്. ഈ വേനലാണ്, അപ്പോൾ വരണ്ടു പോവും. അപ്പോൾ ഈ പൊത നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല തണുവ് താഴെ ഉണ്ടാവും. ഇപ്പോൾ പൊത നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് പൊത ഇട്ട് കൊടുത്തേക്കാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ പൂക്കളൊക്കെ വന്ന് കായ്കളൊക്കെ ആയതിനു ശേഷം ഒരു അടിപൊളിയായ വീഡിയോ ചെയ്യാം. തുടർന്നുള്ള വീഡിയോകൾക്ക് നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് വേണം. അതാണ് നമ്മളുടെ ഒരു ഊർജ്ജം. അപ്പോൾ പുതിയ വീഡിയോ വരും വരെ ഗുഡ് ബൈ.